everyone, this is an online lecture series from SNIT Adu. In this session, we are going to study the subject electromagnetics. It is having a course called EE302. Myself Swati Sugadan and I am working as an assistant professor in EEE department of SNIT Adu. This subject comes under the curriculum of S6EEE under Kerala Technological University. Let's have a look into the syllabus for Module 6. Today we are going to study Module 6. So in Module 6 it is also having two parts. So first part it is a continuation from the Module 5 and the second part is transmission lines. Okay, so before moving into today's session, let's see what are the prerequisites required. Okay, so in module 5 we studied about uniform plane waves and we derived the equation for uniform plane wave. So for the content in this session we need to recollect the derivation and the equations we obtained in the uniform plane wave equation. So let's see what are the objectives of today's class. Okay. So, നമ്മൾ ഇതുവരെ പറഞ്ഞ 5th മൊഡ്യൂളിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് 6th മൊഡ്യൂളിൻ്റെ ഹാഫ് സെഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിനകത്ത് യൂണിഫോം പ്ലെയിൻ വേവിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ദിസ് കംസ് അണ്ടർ ദ കാറ്റഗറി ഓഫ് പ്ലെയിൻ വേവ് പ്രൊപ്പഗേഷൻ. സോ ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് പ്ലെയിൻ വേവ് പ്രൊപ്പഗേഷൻ്റെ അണ്ടറിൽ വരുന്ന ടോപ്പിക്സ് ആണ്. ഓക്കെ, സോ അണ്ടർ പ്ലെയിൻ വേവ് പ്രൊപ്പഗേഷൻ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് propagation constant and its derivation. Okay, so propagation constant derivation ആണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. So propagation constant നമ്മൾ represent ചെയ്യുന്നത് by using the letter gamma. Okay, so gamma വെച്ചിട്ടാണ് നമ്മൾ propagation constant ഡിറൈവ് ചെയ്യുന്നത്. ഇനി propagation constant അതിൻ്റെ കമ്പോണൻസ് അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ propagation constantൻ്റെ ഒരു ബേസിക് ഐഡിയ നമ്മൾ ലാസ്റ്റ് മൊഡ്യൂളിൽ പറഞ്ഞിരുന്നു. ഓക്കെ, ലെറ്റ്സ് സീ വാട്ട് ഈസ് propagation constant. Okay, so propagation constant of an electromagnetic wave is a measure of the change undergone by the amplitude of the wave as it propagates in a given direction. So propagation constant എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ മെഷർ. സോ എന്തിൻ്റെ മെഷറാണ്? നമ്മളുടെ തന്നിട്ടുള്ള കൺസേൺഡ് മീഡിയത്തിൽ അല്ലെങ്കിൽ കൺസേൺഡ് ഡയറക്ഷനിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. സോ ഇലക്ട്രോമാഗ്നറ്റിക് വേവിനകത്ത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രണ്ട് സെറ്റ് ഓഫ് വേവ്സ് കാണും. ഒന്ന് ഇലക്ട്രിക് ഫീൽഡിനെയും മറ്റൊന്ന് മാഗ്നറ്റിക് ഫീൽഡിനെയും റെപ്രസെൻ്റ് ചെയ്യും. ഓക്കെ, സോ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡിനുണ്ടാകുന്ന ആ ഒരു ചേഞ്ചിൻ്റെ ആ ഒരു മെഷറിനെയാണ് നമ്മൾ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻ്റ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞത് ഇസ് എ കോംപ്ലെക്സ് ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, സോ ഒരു കോംപ്ലെക്സ് നമ്പർ ആയിരിക്കും അല്ലെങ്കിൽ ഒരു കോംപ്ലെക്സ് ക്വാണ്ടിറ്റി ആയിരിക്കും ഈ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. So let's see. So നമുക്ക് അപ്പോൾ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? That is gamma is equal to alpha plus j beta. Okay, so where alpha is known as the attenuation constant and beta is the phase constant. So നമ്മുടെ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റിന്റെ രണ്ട് കമ്പോണൻസ് നമ്മുടെ അറ്റനുവേഷൻ കോൺസ്റ്റന്റും ഫേസ് കോൺസ്റ്റന്റും ആണ്. Okay, but we know that gamma square is equal to j omega mu into sigma plus j omega epsilon. So this equation we obtained in module 5. Module 5 യൂണിഫോം പ്ലെയിൻ വേവിൻ്റെ ഡെറിവേഷൻ്റെ സമയത്ത് നമുക്ക് കിട്ടിയ ഒരു ഇക്വേഷനാണ് ഇത്. ഓക്കെ, ദിസ് ഇസ് ഗാമ സ്ക്വയർ. ഓക്കെ, സോ ഇതിനെ ഞാനൊന്ന് റീറൈറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടും. അതായത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും, ജെ സ്ക്വയർ നമുക്കറിയാം -1 ആണ്. ഓക്കെ, സോ അതിനെ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോ വി ആർ ഹാവിങ് ഇക്വേഷൻ. നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 ഡിഫൈൻ ചെയ്യുന്നത് ഗാമ സ്ക്വയർ ആണ്. സോ ഹിയർ വി ആർ ഹാവിങ് ഗാമ ഇസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ജെ ബീറ്റ. സോ നമ്മൾ ഗാമ സ്ക്വയർ ആക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആൽഫ പ്ലസ് ജെ ബീറ്റയുടെ സ്ക്വയർ. ദിസ് ഇസ് ഓഫ് ദ ഫോം എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. സോ ഇതിനെ ഓപ്പൺ ചെയ്യുമ്പം ആൽഫ സ്ക്വയർ പ്ലസ് ജെ ബീറ്റ സ്ക്വയർ എന്ന് വരും. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഇതിനെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, സോ ഈ മൈനസ് എവിടെ നിന്ന് വന്നു? ആൽഫ സ്ക്വയർ പ്ലസ് ജെ ബീറ്റ ദ ഹോൾ സ്ക്വയർ ആണ്. സോ ജെ സ്ക്വയർ എന്ന് പറയുന്നത് -1 വരും. സോ അങ്ങനെയാണ് നമുക്ക് ഇവിടെ ഒരു മൈനസ് വന്നത്. ഓക്കെ, സോ ദിസ് ഇസ് അവർ ഇക്വേഷൻ നമ്പർ 2.
ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ഇക്വേഷൻ നമ്പർ 2 കൂടെ നമ്മൾ കമ്പയർ ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൽഫ സ്ക്വയർ മൈനസ് ബീറ്റ സ്ക്വയർ, അതായത് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കൂടെ കമ്പയർ ചെയ്തിട്ട് റിയൽ പാർട്ട് ഏതാ ഇമാജിനറി പാർട്ട് ഏതാന്ന് എടുത്ത് എഴുതുകയാണ്. ഓക്കെ, സോ ഇത് നമ്മുടെ ഇക്വേഷൻ്റെ റിയൽ പാർട്ടാണ്. അപ്പോൾ റിയൽ പാർട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇമാജിനറി പാർട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്കിതാ ഇങ്ങനെയും കൂടെ കിട്ടും. ഓക്കെ, സോ ഇതിൽ നിന്നും നമ്മൾ റീഅറേഞ്ച് ചെയ്ത് നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്ന്, അതായത് നമ്മുടെ 2 ആൽഫ ബീറ്റ ഇമാജിനറി പാർട്ട് ഇക്വേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ആൽഫയ്ക്കും ബീറ്റയ്ക്കും ഓരോ ഇക്വേഷൻ കിട്ടി. ആൽഫയുടെ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് ബീറ്റ ആൻഡ് ബീറ്റയുടെ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് ആൽഫ. സോ ഇത് എവിടെ നിന്ന് കിട്ടിയതാണ്? ഇത് ഈ ഒരു ഇക്വേഷനിൽ നിന്നും കിട്ടിയതാണ്. 2 ആൽഫ ബീറ്റ ഇസ് ഈക്വൽ ടു ഒമേഗ മ്യൂ സിഗ്മ എന്ന് പറയുന്ന ഇക്വേഷനിൽ നിന്ന് നമ്മൾ എഴുതിയതാണിത്. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് ബീറ്റ ഇൻ ഇക്വേഷൻ നമ്പർ 3. സോ ദിസ് ഇസ് അവർ ഇക്വേഷൻ നമ്പർ 3. സോ ഇതിനകത്ത് നമ്മൾ ബീറ്റയുടെ വാല്യൂ ഇട്ട് കൊടുക്കുകയാണ്. ബീറ്റയുടെ വാല്യൂ ഇൻ ടേംസ് ഓഫ് ആൽഫ ഇട്ട് കൊടുക്കുകയാണ്. സോ what happens? Alpha square minus omega mu sigma by 2 alpha the whole square is equal to minus omega square mu epsilon. So next step നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇക്വേഷനെ ഒരു 4 ആൽഫ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് റീഅറേഞ്ച് ചെയ്തു. ഓക്കെ, സോ അപ്പോൾ നമുക്ക് കിട്ടുന്നത് 4 ആൽഫ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇൻ ടേംസ് ഓഫ് 4 ആൽഫ റൈസ് ടു 4 എന്നിട്ട് അതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഫൈനലി കിട്ടുന്ന ഒരു ഇക്വേഷനാണ് ഇങ്ങനെ. ഓക്കെ, സോ ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ വരുന്ന ഇൻഡിവിജ്വൽ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു PDF നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ വൈൽ യു ആർ സ്റ്റഡിങ് ഓർ വാച്ചിങ് ദിസ് വീഡിയോ യു ഹാവ് ടു റെഫർ that PDF also. So that PDF-ൽ ഞാൻ അതിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡെഫിനിഷനും അല്ലെങ്കിൽ ആ ഒരു ഡെറിവേഷനും കൂടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ അപ്പോൾ ഇത്രയും അറിയുക. ഇതിനകത്ത് 4 ആൽഫ സ്ക്വയർ കൊണ്ട് ഈ ഇക്വേഷനെ 4 ആൽഫ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇക്വേഷനാണ് ലൈക്ക് ദിസ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ആൽഫ സ്ക്വയറിന് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു? എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. സോ വി വിൽ ഗെറ്റ് ആൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ലൈക്ക് ദിസ്. ഓക്കെ, സോ നമ്മൾ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ ത്രൂ ഔട്ട് ഒരു 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു. സോ വി വിൽ ഗെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ മ്യൂ എപ്സിലോൺ പ്ലസ് ഓർ മൈനസ് ഒമേഗ സ്ക്വയർ മ്യൂ എപ്സിലോൺ റൂട്ട് ഓഫ് 1 പ്ലസ് സിഗ്മ ബൈ ഒമേഗ എപ്സിലോൺ ദ ഹോൾ സ്ക്വയർ ദ ഹോൾ ഡിവൈഡഡ് ബൈ 2. സോ ഇതാണ് നമ്മുടെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ. ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്തത്? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac. ഇതിൻ്റെ റൂട്ട് കണ്ടുപിടിച്ച് അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഇങ്ങനൊരു ഇക്വേഷൻ. സോ ഹിയർ വി ആർ കൺസിഡറിങ് ദ പോസിറ്റീവ് വാല്യൂസ് ഉണ്ട്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു എക്സിൻ്റെ സൊല്യൂഷൻ്റെ പോസിറ്റീവ് വാല്യൂ മാത്രമേ നമ്മൾ ഇവിടെ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റിൻ്റെ കേസിൽ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്ത് വരും? സോ നമ്മൾക്ക് പോസിറ്റീവ് സൈൻ മാത്രമേ വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മളതിനെ അറേഞ്ച് ചെയ്തിട്ട് കോമൺ ടേംസിനെ വെളിയിലെടുത്ത് കഴിയുമ്പോൾ വി വിൽ ഗെറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, സോ നമുക്ക് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇറ്റ് ഇസ് ആൽഫ സ്ക്വയർ. ഓക്കെ, സോ നമ്മൾ തിരിച്ച് എക്സിൻ്റെ വാല്യൂ എന്താണ്? ആൽഫ സ്ക്വയർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുന്നു. എന്നിട്ട് സോൾവിങ് ഫോർ ആൽഫയ്ക്ക് വേണ്ടി സോൾവ് ചെയ്യുന്നു. അതായത് ആൽഫ സ്ക്വയറിൽ നിന്ന് നമ്മൾ ആൽഫ കണ്ടുപിടിക്കുന്നു. സോ വി വിൽ ഗെറ്റ് ലൈക്ക് ദിസ്. This is our equation for attenuation constant alpha. Okay. Similarly, നമ്മൾ എന്ത് ചെയ്യണം? ഇതേപോലെ തന്നെ ബീറ്റയ്ക്ക് വേണ്ടി സോൾവ് ചെയ്യണം. സോ നമുക്ക് ഇനിഷ്യലി കിട്ടിയ ഇക്വേഷനകത്ത് ആൽഫയുടെ ബീറ്റയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇൻ ടേംസ് ഓഫ് ആൽഫ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ഇനി അതിന് പകരം ഇനിഷ്യലി കിട്ടിയ ഇക്വേഷന് ആൽഫയ്ക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കൊടുക്കുക ഇൻ ടേംസ് ഓഫ് ബീറ്റ. സോ അങ്ങനെ ഡിറൈവ് ചെയ്ത് വരുമ്പോൾ വി വിൽ ഗെറ്റ് ആൻ ഇക്വേഷൻ ഫോർ ദ ഫേസ് കോൺസ്റ്റന്റ് ബീറ്റ. Okay, so we will get the equation. So almost same equation തന്നെയാണ് provided. ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ ലാസ്റ്റിൽ ആൽഫയിൽ വരുമ്പോൾ ഒരു -1, ബീറ്റയിൽ വരുമ്പോൾ ഒരു +1. ഓക്കെ, ഓക്കെ. സോ അറ്റനുവേഷൻ കോൺസ്റ്റന്റ് എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം. സോ അറ്റനുവേഷൻ കോൺസ്റ്റന്റ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് അറ്റനുവേഷൻ കോഎഫിഷ്യന്റ്. ഓക്കെ,
അറ്റന്വേഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ അറ്റന്വേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നതാണ് ആൽഫയുടെ പേര്. സോ ഇറ്റ് ഈസ് ദ അറ്റന്വേഷൻ ഓഫ് ആൻ EM wave propagating through a medium per unit distance from the source. So electromagnetic waves അതിൻ്റെ സോഴ്സിൽ നിന്നും ഡെസ്റ്റിനേഷനിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ ആ വേവ്സിനുണ്ടാകുന്ന അറ്റന്വേഷൻ എത്രയാണെന്ന് മെഷർ ചെയ്യാനുള്ളതാണ് ഈ കോഎഫിഷ്യന്റ്. അറ്റന്വേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ആ വേവിൻ്റെ സ്ട്രെങ്ത് കുറയുക. അപ്പോൾ നമുക്കറിയാം നമ്മളുടെ ഒരു സോഴ്സിൽ നിന്നും റിസീവറിലേക്ക് നമ്മൾ വേവ്സോ എന്ത് ഇൻഫർമേഷൻ ആണെങ്കിലും പാസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? നോയ്സ് ഒക്കെ അഫക്റ്റ് ചെയ്ത് അതിൻ്റെ സ്ട്രെങ്ത് കുറയും. സോ ആ ഒരു പ്രോസസ്സിനെയാണ് അറ്റന്വേഷൻ എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഒരു മെഷറിനെയാണ് നമ്മൾ അറ്റന്വേഷൻ കോൺസ്റ്റന്റ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. Okay, so next is phase constants. It is the change in phase per unit length along the path travelled by the wave at any instant. Okay, so ഈ phase constant എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിറ്റ് ലെങ്ത്തിൽ അതിൻ്റെ ഫേസിനുണ്ടാകുന്ന ചേഞ്ച്. ഓക്കെ, സോ നമ്മളൊരു പർട്ടിക്കുലർ ലെങ്ത് കൺസിഡർ ചെയ്യുന്നു. ആ ലെങ്ത്തിൽ നമ്മളുടെ വേവിൻ്റെ ഫേസിനുണ്ടായ ചേഞ്ചിനെയാണ് നമ്മൾ ഫേസ് കോൺസ്റ്റന്റ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ your task is derive the equation for phase constant. So ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഞാൻ ആദ്യം നമ്മൾ ആൽഫയും ബീറ്റയും ഡിറൈവ് ചെയ്തപ്പോൾ ആൽഫയുടെ കേസിലാണ് ഡീറ്റെയിൽഡ് ഡെറിവേഷൻ ഇവിടെ നോക്കിയത്. ഓക്കെ, സോ ഇതേപോലെ തന്നെ ആൽഫയ്ക്കും വരും ബീറ്റയ്ക്കും വരും എന്നാണ് ഞാൻ പറഞ്ഞത്. സോ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ബീറ്റയുടെ ഡെറിവേഷൻ ഒന്ന് എഴുതി നോക്കുക. ഓക്കെ, സോ നമുക്കിപ്പോൾ കിട്ടിയതുപോലെ ഇക്വേഷൻ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റിയിൽ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടൊരു പ്രോബ്ലം ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ try to find the solution for this question. Okay, so that's all for the day. Thank you. For more, you can contact me. If you have any doubt, you can also contact me in my mail ID. Thank you.